ഫുഡ് റെഡിയായോ? ഫുഡ് റെഡിയായിടാ. അതെ, ചോറുണ്ട്, സാമ്പാറുണ്ട്. ഇന്ന് വന്നല്ലോ, സെറ്റ് ആക്കുന്നേ ഉള്ളൂ, എല്ലാം റെഡിയാകുന്നേ. ചോറ് സാമ്പാർ മാത്രമേ ഉള്ളൂ. മീനല്ലേ പുറകെ കിടക്കുന്നത് ബീച്ചില്. പോയി നോക്കാം, പിടിച്ചു നോക്കാം. നല്ല നാട്ടിലെ കരിമീനെ വെല്ലുന്ന സാധനം കിട്ടും. ഭാഗ്യം ഉണ്ടെങ്കിൽ കാണിക്കാം. മീൻ പിടിക്കാൻ പോവാണ്. ചൂണ്ടയൊക്കെ റെഡി ആക്കി പോയേക്കുമ്പോ. എന്നാ പറയാനാ, ഒത്താകൂട്ടി ഇല്ല ചട്ടി. ചെറിയ ഞണ്ട് കിട്ടുമോ നോക്കാം. വെള്ളം ഇറക്കുക, നമ്മുടെ വീടിന്റെ പുറവശമാ. ഇത് കിട്ടുവാണ്, അതിനെ പിടിച്ചിട്ടാ നമുക്ക് നല്ല അടിപൊളി നാട്ടിലെ കരിമീൻ പോലെ നല്ല സൂപ്പർ മീൻ കിട്ടും. തള്ളല്ല, കിട്ടിയാൽ കാണിക്കാം, ഇല്ലെങ്കിൽ ഇല്ലെന്നും പറയും അല്ലേ. തള്ളി മറിക്കത്തില്ല. ബോസ്റ്റണിലാണ് നമ്മുടെ ബോസിന്റെ വീടാണേ. നമ്മുടെ വീട് സ്വന്തമൊന്നുമല്ല, നമ്മളിവിടുത്തെ ജോലിക്കാർ മാത്രമാണ്, നേഴ്സുമാരാണ്. അപ്പോൾ ബോസിന്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിന്റെ ബാക്ക് സൈഡായത്. ഇവിടുന്ന് എങ്ങനെയാണ് നമ്മൾ മീൻ പിടിക്കുന്നത് വെച്ചാൽ, ഈ ചെറിയ ഞണ്ടുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഞണ്ടുകളെ പിടിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പം വേറെ ബെയിറ്റ് ഒന്നും വേണ്ട. ആ ഞണ്ടുകളെ പെട്ടെന്ന് വാരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മീൻ വന്ന് കടിച്ചിട്ട് പോകും. എന്നാൽ സൂപ്പർ മീനാണ്. ചില പോയി വാരിക്കണ്ടോ? ഇങ്ങോട്ട് വാടാ, ഇത് കാണിക്കടാ. നമ്മൾ ഇവന്മാരെ കുറെ വാരി പിടിക്കും. നമ്മളെ ഇറക്കത്തൊന്നുമില്ല, നമുക്കൊരു ശീലമാണ്. നമുക്ക് ആവശ്യമുള്ള ബൈറ്റ് ഇങ്ങനെ നേച്ചറിൽ നിന്ന് തന്നെ പിടിക്കും. പിന്നെ ഇപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്, നാട്ടിലെ പോലല്ല. ഇവിടെ കുറേ കക്കയൊക്കെ ഉണ്ട്, അതൊക്കെ ചത്തതാ. അപ്പോൾ ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുമ്മള പൊട്ടുന്ന കാണാതെ, അതിനകത്ത് നമ്മൾ മണ്ണ് മാറ്റി നോക്കിയാൽ നല്ല ക്ലാംസ് കിട്ടും. കക്ക നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കിട്ടും. ഇങ്ങനെ വെള്ളം പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ ഈ മണ്ണിൽ നോക്കിയാൽ ബബിൾസ് കാണാൻ പറ്റും. അതിൻ്റെ അടിയിൽ കക്കയുണ്ട്. മണ്ണ് മാന്തിയാൽ നമുക്ക് കക്ക കിട്ടും. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഫിഷിങ്ങിലേക്ക് പോവാം. മതി വന്നിട്ടുണ്ടോ? അതെ, നമ്മൾ ബാക്ക് സൈഡിൽ വന്നിട്ടുണ്ടേ. അപ്പോൾ ഈ ഞണ്ടുകളെയാണ് നമ്മൾ നേരത്തെ പിടിച്ച് ഇങ്ങനെ പോക്കുന്നത് മീൻ പിടിക്കാനായി. കൊന്ന പാവം തിന്നാൽ തീരുമെന്നല്ലേ. അപ്പോൾ നമുക്ക് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇമാരി ഇങ്ങനെ കോർത്തിട്ട് ജീവനോടെ നമ്മൾ ഇട്ട് കൊടുക്കും. ഇത് ഈ ബോസ്റ്റണിൽ ഇപ്പോൾ മഞ്ഞുകാലം കഴിഞ്ഞ സമയമാണ്. കഴിഞ്ഞ മാസം, മുമ്പത്തെ മാസം വരെയൊക്കെ ഇതെല്ലാം മൈനസ് ഐസിൽ കിടന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോഴും വെള്ളത്തിന് ഉച്ചയായിട്ട് നല്ല തണുപ്പാണ്, നല്ല ചൂടാണ്, നല്ല തണുത്ത കാറ്റുമുണ്ട്. നമ്മുടെ തോമ കാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എറിഞ്ഞിട്ടോ, അവിടെ ഇട്ടിട്ടുണ്ട്. ബോട്ടൊക്കെ എടുക്കുന്ന ചാലാണ്. നമ്മുടെ ബോട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ബോട്ട് ഇപ്പം വേറെ സ്ഥലത്തേക്ക് മാറ്റി. ഇവിടെ വെക്കേഷൻ വരുമ്പോൾ മാത്രമേ ബോട്ട് എടുത്തുകൊണ്ട് വരത്തുള്ളൂ. ബോട്ടൊക്കെ മാറ്റി ദൂരെ അങ്ങനെ ഇട്ടേക്കുക. അപ്പം അവന് മീൻ വല്ലതും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പം സാധാരണ ഈ സമയത്ത് നല്ല മീൻ കിട്ടേണ്ടതാണ്, പെട്ടെന്ന് കിട്ടേണ്ടതാണ് മീൻ. നോക്കാം നമുക്ക്. നോക്ക് മക്കളെ, നോക്ക്. നമ്മുടെ നാട്ടിൽ നിന്ന് കരിമീൻ പോലത്തെ മീൻ അമേരിക്കയിൽ നിന്ന് പിടിക്കുമെന്ന് പറഞ്ഞില്ലേ. നമ്മൾ അടുക്കളയിൽ നിന്ന് പിടിക്കാൻ വന്ന സാധനം ഇതാണ്. നമ്മുടെ ജെട്ടിയിലധികം നമ്മുടെ തോമാച്ചൻ ഒരെണ്ണത്തിനെ അടിച്ചു കയറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കളിപ്പിച്ച അവനെ ഞാൻ വെള്ളത്തിൽ കുക്കിക്കൊല്ലും. കയറ്റി പെട്ടെന്ന്. വാവ്, തോമാച്ച താഴെ വെക്ക്. വാവ്, അടിപൊളി ഒരു സാധനം കിട്ടിയേക്കണേ. ഒന്ന് വറുത്തടിക്കണം. സാമ്പാർ മാത്രമേ ഉള്ളൂ. ഇപ്പം പുതിയ മൂന്നാമത്തെ മീനാണ് കിട്ടുന്നത്. നമുക്ക് ആദ്യം കിട്ടിയത് ഇതാണ്, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആദ്യം കിട്ടി ഇങ്ങനത്തെ മീനാ. ഇതെല്ലാം ഒരേ ടൈപ്പാണ്, ഞാൻ പറഞ്ഞില്ല, നല്ല ടേസ്റ്റുള്ള മീനാ. കാണിച്ചേനെ, അതിൻ്റെ പല്ല് കണ്ടോ? ശരിക്കും കാണാൻ മേല. സീബ്രീൻ അടിപൊളി. അടുത്ത ഞണ്ടിനെ എടുത്തിടുന്ന. ഇപ്പൊ നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. നല്ല വേണ്ടത് പൊങ്ങി വരുന്നുണ്ട്. നാട്ടിലെ താറാവ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ താറാവ്, നാട്ടിലെ താറാവുണ്ട് ഇവിടെ. നമുക്ക് അടുത്ത മീനെ കിട്ടിയിരിക്കുകയാണ്. നല്ല ഹുക്കപ്പ് ആയിട്ടുണ്ട്. കരിമീൻ പോലെ തന്നെ സാധനം. കരിമീൻ പിടിച്ചു. അപ്പം ഇനി വെട്ടുക, വറക്കുക, അടിക്കുക, ഉറങ്ങുക. പോയി അതെ, നമ്മൾ മീൻ വെട്ടാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമ്മൾ നാട്ടിൽ കാണാത്ത ഒരാള്
ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. വെയിൽ കൊള്ളാൻ വന്നതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പേര് ഹോഴ്സ് ഷൂ ക്രാബ് എന്നാണ്. ഇതിൻ്റെ പുറത്തെല്ലാം ഇങ്ങനെ കഴിക്കുന്ന ക്രാബാണെന്ന് അറിയത്തില്ല. ഇവനിങ്ങനെ അലഞ്ഞിരിഞ്ഞ് കിടക്കും. ഇതിൻ്റെ പുറത്തെല്ലാം ഒത്തിരി ഷെൽസൊക്കെ വന്ന് പിടിച്ചിട്ടുണ്ട്. കണ്ടോ പുള്ളിനെ കണ്ടോ? ഇതാണ് ക്രാബ്. കണ്ടോ അമ്മ പോകുന്നുണ്ടോ? നമ്മുടെ ഈ ഒരു ഞണ്ടാണ്. അമ്മ പൂക്ക് കണ്ട അവന് തിരിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പിന്നെ പൊക്കോളും. കണ്ട അവൻ പോകുന്ന അവനെ തിരിച്ചിട്ട് കൊടുത്താടാ. നീ തിരിച്ചേ അവൻ തിരിച്ചു കൊടുത്തു. അപകടകാരിയൊന്നുമല്ല, പക്ഷെ കഴിക്കുമോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇവൻ ഈ ഷെല്ലിനുള്ളിലാണ് അവൻ ജീവിക്കുന്നത്. ജീവിക്കാ പോയി ചെല്ലി. നമ്മള് മീൻ വെട്ടാൻ പോവാ. തോമച്ച മീൻ വെട്ടാൻ തുടങ്ങിയിട്ടുണ്ടേ. നമുക്ക് ഇവിടുന്ന് വെട്ടുക, വീട്ടിൽ കൊണ്ടുപോവുക, ബാക്കി കാടി കൊണ്ടുപോയി വറക്കുക. അത് നല്ല പച്ച മീനാണ്. അവന്റെ ജീവൻ പോലും പോയിട്ടില്ല. പച്ചക്ക് വെട്ടുക എന്ന് പറയത്തില്ല, അതാണ് പടപടാ പടക്കുന്ന മീൻ. ഇങ്ങനെയാണ് ഫ്രഷ് ടു തവ. തോമാച്ച ഒരു എക്സ്പേർട്ടാ കേട്ടോ. തോമാച്ച നമുക്കിത് ഉണക്ക മീനായിട്ട് നാട്ടിൽ കൊണ്ടുപോകാലോ. കുറച്ച് വറക്കാൻ കൊണ്ടുപോകാം. അടിപൊളി മീനാ. അക്കരെയൊക്കെ ഓരോരുത്തർ ബോട്ടിലൊക്കെ വന്ന് ഇങ്ങനെ തണുപ്പ് കഴിഞ്ഞിട്ട് ചൂട് കാലത്തിലേക്ക് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഐസൊക്കെ മാറിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇച്ചിരി വെയിലൊക്കെ കായാൻ വേണ്ടി ഇങ്ങനെ വന്ന് കിടക്കും ഇവിടെ അക്കരെയൊക്കെ, ഫാമിലിയൊക്കെ ആയിട്ട് ഒത്തിരി. ടോമാ എന്നാ പറയുന്നേ? എന്നാ ബ്ലീഡിങ്ങാ നോക്കിയേ. ഫ്രഷ് അടിപൊളി സാധനം. നീ മേടിക്കണ്ട, നിന്നെ ഇപ്പോൾ ഉടനെ വെട്ടാൻ കേട്ടോ. പളഞ്ഞിനുണ്ടാ സൂപ്പർ. ഇമാരുടെ മുട്ടയല്ലേ. ഇന്നല്ല താറാവിനെ കിട്ടുന്ന 2 വറുത്തടിക്കായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെയൊക്കെ മീൻ പിടിക്കുന്നുണ്ടല്ലോ, ഈ ഹാർബർ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടേ. ഈ ഹാർബർ സംരക്ഷിക്കുന്നവരാ. അവരിങ്ങനെ ആരെങ്കിലും കുടുങ്ങി കിടപ്പുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അറിയാൻ വേറൊരാൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ മീൻ വെട്ടുമ്പോൾ എല്ലാം ഇവൻ വരുവേ. ഇവൻ ഭയങ്കര തന്ത്രശാലിയാ. ഇവൻ നമ്മുടെ മീനിന്റെ കുടലെ കാര്യങ്ങളൊക്കെ ഇവന്മാർ രണ്ടുപേരും എപ്പോഴും വന്ന് കഴിക്കും. അപ്പം ഞാൻ പറഞ്ഞത് ഹാർബർ മാസ്റ്റേഴ്സ്മാരുണ്ട്. അവരിങ്ങനെ ബോട്ടിൽ ഇങ്ങനെ കറങ്ങും. ആരെങ്കിലും ട്രാപ്പ് ആയിട്ടുണ്ടോ, ആരെങ്കിലും വെള്ളത്തിൽ വീണിട്ടുണ്ടോ, ഇവിടെ എന്തെങ്കിലും ഇതൊക്കെ സംരക്ഷിക്കുന്ന ഏരിയ ആണ് ഇങ്ങനത്തെ കുറേ ജീവികളെയൊക്കെ. അപ്പം അക്കരെയൊക്കെ കണ്ടില്ലേ ക്യാമറാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും അപകടം നടന്നുകൊണ്ടെന്ന് അറിയാൻ വേണ്ടി ഹാർബർ മാസ്റ്റേഴ്സ് ഇതിലെ വരും. ആക്ച്വലി ലീഗൽ ഫിഷിംഗ് ഇവിടെ ഇല്ല. ലീഗൽ സൈസ് ആയിട്ടുള്ള മീൻ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഫോളോ ചെയ്യുകയും ചെയ്യും റൂൾസ്. നമ്മളും അത്യാവശ്യം വലുതുള്ള തന്നെയാണ് പിടിച്ചേക്കുന്നത്. ചെറുതിനെ കിട്ടിയൊക്കെ നമ്മൾ വിട്ടായിരുന്നു. നമ്മൾ വീഡിയോ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഗൈസ് അങ്ങനെ തോമച്ച മീനെല്ലാം വെട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും വേണ്ട ക്ലോസ് ആയിട്ട് വരഞ്ഞ് ഉപ്പ്, കുരുമുളക്, നാരങ്ങ നീര് എല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് ഇന്ന് പൂണ്ട് വിളയാടാൻ പോവാ. തോമ വരഞ്ഞേ മീൻ വെട്ടിച്ച് ഗൈസ്. നമ്മൾ മീൻ വരുമ്പോഴത്തേക്കും അക്കരെ സായിപ്പും മാതാമയൊക്കെ ഇരുന്ന് അവരുടെ ഫുഡിനെ സ്നാക്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. നമ്മൾ മീൻ പിടിക്കുന്നുണ്ട്. അപ്പുറത്തെ അച്ചായൻ വന്നിട്ട് തലങ്ങും വിലങ്ങും എടുത്ത് എറിയുന്നുണ്ട്. അച്ചായ വല്ലതും കിട്ടുമോ? വല്ലതും നടക്കുവോ? കണ്ടാൽ മതി. അപ്പം അങ്ങനെ വരഞ്ഞ് സെറ്റായി. ഇനി വീട്ടിൽ കൊണ്ടുപോകുക, വറക്കുക, അടിക്കുക, ഉറങ്ങുക, ഇതൊക്കെ തന്നെ പരിപാടി. സൂപ്പറായിട്ട് വരഞ്ഞു. ഇനി നമുക്ക് വറക്കാം. പോയി കൊണ്ടുപോയി നോക്കും മക്കളെ നോക്കുക. അങ്ങനെ മീൻ വെട്ടും പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല ഉപ്പ്, മുളക്, മസാല. ഇവിടെ ഉള്ളവരെല്ലാം പച്ചയ്ക്ക് കഴിക്കും. നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. നമുക്ക് ഇച്ചിരി എരിവൊക്കെ വേണം. കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും മുളക് പൊടി, നാരങ്ങ നീര്, ഉപ്പ് ഒക്കെ തേച്ച് അവന് സൂപ്പർ ആക്കിയിട്ടുണ്ട്. അപ്പം അവൻ്റെ അകത്തൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട്, വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സംഭവമൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ ഇതിട്ടേക്കൊന്ന് കാണിച്ചു കൊടുത്തേ. ഇതിനകത്ത് ഗാർലിക്ക്, ബട്ടർ, പിന്നെ ശകല ഓയിൽ, കറിവേപ്പില, ഇത്ര ഇട്ടേക്കുന്നത്. നമ്മളൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് അവനെ അങ്ങോട്ട് ഇറക്കി കൊടുക്കാൻ പോവാം. കിളിയന്ത്ര ഷാപ്പിലെ കറിയാണ് തോന്നുന്നു. കൂടുതൽ തള്ളും മറിക്കലൊന്നുമില്ല, ഒത്ത. തോമാച്ചൻ പറഞ്ഞു തോമാച്ചന് പലഞ്ഞില്ലെങ്കിൽ ഇട്ട് കൊടുക്കണമെന്ന്. തോമാച്ചൻ മുട്ടയുടെ ആളാണ്, പലഞ്ഞിലടിക്കുന്ന ആളാണ്. പലഞ്ഞിലൊക്കെ ഇതിനകത്ത് നല്ല സൂപ്പറായി വരും. അപ്പം ബാക്കി മീൻ നമ്മൾ ഫ്രിഡ്ജ് വെക്കും, പിന്നെ എടുക്കാം അല്ലേ. മീനെ വറുത്ത് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂട് മീനാണ് വറുത്ത്. ഗാർണിഷിന് കുറച്ച് ഒനിയനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് ആയ പോലെ ചെയ്തിട്ടുണ്ട്. You want to taste some? That looks good. Yeah. You want to taste some? Yeah, I'm gonna bite. Yes, take it.
അതാണ് മലയാളത്തിൽ What kind of fish? ഓക്കെ മലയാളത്തിൽ പറ നമ്മുടെ ഇത് നമ്മുടെ മാറ്റണനാണ് നമ്മുടെ എല്ലാം മാത്യൂസ് Srijit! How is that? Oh, that's delicious. Very good. താങ്ക് യു